ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് കാസർഗോഡ് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിപ്പിച്ചു. അപകട ഭീഷണിയെ തുടർന്നാണ് നടപടി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് പ്രദേശം അപകടാവസ്ഥയിലുമായി. KV ബൈജു ചേരുന്നു. ബൈജു, പല തവണ കാസർഗോഡ് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പാളിച്ച, അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർ റിപ്പോർട്ടുകൾ വരുന്നു. ബൈജു തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത് ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ, ഒരു കെട്ടിടം തന്നെ ഒഴിപ്പിക്കുന്ന രീതിയിലേക്ക് കൂടിയ അപകടാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണോ? എന്താണ് കാരണം? തീർച്ചയായും അപർണ, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അപകട മുനമ്പ് എന്ന് പറയാവുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം വലിയ ഗർത്തം രൂപപ്പെട്ടത്, റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടത്, വലിയ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതും. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷൻ എന്നേക്കുമായി ഇവിടെ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും ഇത് കാരണം ഈ പോലീസ് സ്റ്റേഷൻ അപകടാവസ്ഥയിൽ ഉണ്ട് എന്ന് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവിടെ ഒരു അറിയിപ്പ്, അതായത് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ചട്ടഞ്ചാലുള്ള കെട്ടിടത്തിലേക്ക്, പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇത്തരത്തിലൊരു അറിയിപ്പും ഇവിടെ വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇതിന്റെ പോലീസ് സ്റ്റേഷന്റെ ഒരു പരിസരം നമുക്ക് കാണാം. ഇതാണ് പോലീസ് സ്റ്റേഷൻ തൊട്ടു താഴെയുള്ള ദേശീയപാത. നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി പോയാൽ കാണാം എത്രത്തോളം അപകടകരമാണ്. ഈ പോലീസ് സ്റ്റേഷന്റെ താഴ്വശത്തോട് വലിയ തോതിലുള്ള ഒരു വെള്ളം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം വലിയ മലവെള്ളപ്പാച്ചൽ പോലെ എത്തിയതാണ്. അത് വലിയ അപകടാവസ്ഥയിലാവും. പിന്നീട് ഗതാഗതം പൂർണ്ണമായും ഇതുവഴി നിരോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് കണ്ണൂർ കാസർഗോഡ് പ്രധാനപ്പെട്ട ദേശീയപാതയാണ്. 7 കിലോമീറ്ററോളമാണ് ഇതിന്റെ ഈ റോഡ് ഇത്തരത്തിൽ പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നമുക്ക് കൃത്യമായി ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്രത്തോളം അപകടകരമാണ് ഇവിടുത്തെ സാഹചര്യമെന്ന്. എന്തായാലും നമുക്കൊപ്പം ഈ പ്രദേശത്ത് നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ ഈ കുടുംബത്തിന്, ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനും അതിലുള്ള ആൾക്കാരും ഇവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കും. അവർ ഇവിടെ നിന്ന് മാറി താമസിച്ചിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഇവിടെയുള്ള നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. ഏതായാലും നമുക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹനാസ് പാദൂറാണ് നമ്മോടൊപ്പം ആദ്യം ചേരുന്നത്. എന്താണ് നിലവിലൊരു അവസ്ഥ? ഈ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ, അത് ഇവിടുന്ന് ജീവനും കൊണ്ട് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്താണ് ജനങ്ങളുടെ അവസ്ഥ ഇപ്പോൾ? ഇവിടെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് എപ്പോഴാണ് എന്ത് സംഭവിക്കും എന്ന ഒരു ആശങ്കയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ സർവീസ് റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തെക്കിൽ വരെ സർവീസ് റോഡ് ഇല്ല. പിന്നെ അതുപോലെ ചട്ടഞ്ചാൽ സ്കൂള് 3500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇവരിപ്പോ ഈ സർവീസ് റോഡിനെ 2 വേ എന്ന് പറയുന്നു. നമുക്കിപ്പോ നിലവിൽ തന്നെ നമ്മൾ ഒരു വണ്ടീനെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് സർവീസ് റോഡിൽ. നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ, അവിടെയാണ് ഇവർ 2 വേ എന്ന് പറയുന്നത്. ചെമ്മനാട് പഞ്ചായത്ത്, അതുപോലെ ഇത് അപ്സര സ്കൂള്, ഈ ചട്ടഞ്ചൽ ഹയർ സെക്കൻഡറി സ്കൂള്, അതൊക്കെ വരുന്ന റോഡ്, അത് പിന്നീട് ഇടത്തോട്ട് വന്നു കഴിഞ്ഞാൽ സർവീസ് റോഡ്. കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്നത് ഇതുവഴിയാണ്. ഏകദേശം 1000ഓളം കുട്ടികൾ ഈ പ്രദേശത്ത് നിന്ന് മാത്രം വരുന്ന കുട്ടികളുണ്ട്. അവർക്ക് പോകാനൊരു വഴിയില്ല, അവർക്ക് നടന്നു പോകാൻ പറ്റൂല. എത്രത്തോളം അപകടാവസ്ഥയുണ്ട് ഈ മണ്ണിടിച്ച്? അപകടാവസ്ഥ നിങ്ങളിപ്പോ വരുന്ന വഴിക്ക് കണ്ടില്ല ഈ കട്ടിങ് എടുത്തിരിക്കുന്നത്. ഈ കട്ടിങ് എടുത്തിട്ട് അതിന്റെ മേലെ കുമ്മായം പൂശിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ഗുണമുള്ളത്? നിങ്ങളിപ്പോ ചെറുത്തൂർ എന്താന്ന് കണ്ടത്? ഈ വരുന്ന വഴിക്ക് എത്ര സ്ഥലത്ത് ഇടിഞ്ഞിട്ടുണ്ട് ഇവർ ഈ കുമ്മായം പൂശിയതിന്റെ മേലെ. അതിന് നമുക്ക് കൃത്യമായി നമുക്ക് ഇതുപോലെയുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ വാള് നിർബന്ധമായും കൊടുക്കണം. പൊതുവെ ഒരു സംശയം, ഇത് കാലവർഷത്തിൽ ഉണ്ടായതാണോ ഈ ഒരു അപകടാവസ്ഥ, അതല്ല ഈ റോഡിൽ അശാസ്ത്രീയ നിർമ്മാണമാണ്? എന്താണ് ഇത്? ഒരു സംശയം തീർച്ചയായും അശാസ്ത്രീയമായ നിർമ്മാണമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാതെ പൊതുവെ എല്ലാവരും പറയുന്നത് പോലെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഇവിടുത്തെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അല്ല, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ തുടക്കത്തിൽ ഇതിൽ ഇടപെട്ടില്ലേ? അല്ലെങ്കിൽ നാട്ടുകാരെ കേൾക്കാൻ ഈ കമ്പനി തയ്യാറായിട്ടില്ല? എന്താണ് അതിലൊരു? ഒരുപാട് തവണ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടറെ കണ്ടു. കളക്ടർ നമുക്ക് ജനങ്ങൾക്ക് അനുകൂലമായി പല തീരുമാനങ്ങളും ഈ ഇത് NHAക്ക് കൊടുത്തതാണ്. പക്ഷെ NHA അതിനൊന്നും ഒരു മറുപടിയും കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ തൊട്ടടുത്ത് ഒരു 5ഓളം വീടുകളുണ്ട്. ആ വീട്ടിലേക്ക് ഒരു രീതിയിലുള്ള വഴിയുമില്ല, പിന്നിലൂടെയില്ല മുമ്പിലൂടെയുമില്ല. ഈ പോലീസ് സ്റ്റേഷനും അവരുള്ള ആൾക്കാരും ഇവിടെ നിന്നും തടിയൂരി അത് രക്ഷപ്പെട്ടു. ജനങ്ങൾ എന്താണ് അവസ്ഥ? ജനങ്ങൾ അതേപോലെ ഇപ്പോഴും അപകട ഭീഷണിയിൽ തന്നെ കഴിയുകയാണ്. തീർച്ചയായും ജനങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ജനങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോ പോലീസ് സ്റ്റേഷൻ മാറിയതുപോലെ ജനങ്ങൾക്ക് മാറാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷൻ ഇപ്പൊ ഇവർ മാറിപ്പോയത് ഇതുവരെ ഉദ്ഘാടനമാവാത്ത പുതിയ പോലീസ് സ്റ്റേഷൻ ബിൽഡിങ്ങിലേക്കാണ്. ഞങ്ങൾക്കങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഓരോരുത്തരും പുതിയ പുതിയ വീടുകളില്ല. ഇത്രയും ആൾക്കാർ മാറി താമസിക്കണമെന്നാണോ? ഈ അടുത്ത കാലത്ത് ഈ മഴ തുടങ്ങുന്ന സമയത്ത് കുന്നിന് മേലെയുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ മാറ്റി താമസിപ്പിക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ, ഇത്തവണ മാറ്റി താമസിപ്പിക്കാം, അടുത്ത വർഷം എന്ത് ചെയ്യും, അതിന്റെ തൊട്ടപ്പുറത്തെ വർഷം എന്ത് ചെയ്യും? അപ്പൊ എല്ലാ വർഷവും മഴ വരുമ്പോ കുന്നിന് മേലെയുള്ള വീട്ടുകാരെ നമ്മൾ മാറ്റി താമസിപ്പിക്കണം. അങ്ങനെ ഒരു അഭിപ്രായമാണ് വന്നത്. ഇതിനൊക്കെ എന്താന്ന് പറയാ? ഇതിലേറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം തൊട്ട് ഈ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു സഹകരണം ജനങ്ങളുമായി, ജനങ്ങളുടെ വിഷയം, ജനങ്ങളെ ഭാഗം കേൾക്കാനേ നിന്നില്ല. അതുപോലെ തന്നെ അതിനേക്കാളും മോശമാണ് NHAന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ. ജനങ്ങൾക്ക് വേണ്ടി കളക്ടർ എന്ത് പറഞ്ഞാലും അത് ഒരു സ്വീകരിക്കാത്തൊരവസ്ഥ. അപർണ, ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. ഇതാണ് ദേശീയപാത. ദേശീയപാതയുടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ, മണ്ണ് ഒരു കുന്നപ്പാടെ ഇടിഞ്ഞു വീണ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. നമ്മൾ കണ്ടതാണ്, ഒരു വർഷം തികഞ്ഞില്ല, ശിരൂറൊക്കെ വലിയ തോതിൽ അപകടം, അതിനെയൊക്കെ എത്രയോ ഇരട്ടി അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായി ഇത് മാറിയിരിക്കുകയാണ്. 7 കിലോമീറ്റർ, അതായത് ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെ 7 കിലോമീറ്ററാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയുള്ളത്. ഇതിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി മഴ കുറഞ്ഞ് നല്ല വെയിലുള്ള സമയമാണ്. എന്നിട്ടും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, വെള്ളം കുത്തിയൊലിക്കുകയാണ്. ഈ പോലീസ് സ്റ്റേഷന്റെ താഴെ കൂടി അതിന്റെ തറഭാഗത്തു നിന്നും വരുന്ന വെള്ളം ഇപ്പോൾ ദേശീയപാതയിലേക്ക് കുത്തി ഒലിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നമുക്ക് കാണാം, ഇവിടെ കുന്ന്, വലിയ തോതിൽ കുന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം ഇവിടെ റോഡ് ഉപരോധിക്കുന്ന ഉൾപ്പെടെ ബൈജു, ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ ചാലിങ്കലിൽ വെള്ളക്കെട്ട്, ഈ നടപടികളൊക്കെ ഈ അടുത്ത് ചില സമയത്തൊക്കെ വന്നതല്ലേ? പല ഭാഗത്തായിട്ട് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ ഉയരുന്ന ജനരോഷം ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. നേരത്തെ അവർ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷൻ പുതിയത് പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മാറിയത്. നാട്ടുകാർക്ക് മുഴുവൻ അങ്ങനെ മാറാൻ കഴിയില്ലല്ലോ. ആ തരത്തിൽ ഒരു പ്രതിഷേധം ഒരു സ്ഥലത്തല്ല പല ഭാഗങ്ങളിലായിട്ട് ഉയരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അപർണ, നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. ചാലിങ്കാലിൽ ഈ മേഗാ കൺസ്ട്രക്ഷന്റെ യാർഡിൽ, അവരുടെ സ്റ്റോക്ക് യാർഡിൽ വലിയ തോതിൽ ഒരു തടാകം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നും അനധികൃതമായി മണലെടുത്ത് ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തഹസിൽദാർ ഉൾപ്പെടെയുള്ള സംഘം പരിശോധിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ അനുമതി ഇവർക്കുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ഒരു മണ്ണ് ഇവിടെ നിന്നും എടുത്തതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും അവർക്ക് 3 ദിവസത്തെ കാരണം കാണിക്കൽ നോട്ടീസാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പ്രധാനമായും മട്ട്ലായിക്കുന്നിൽ നമ്മൾ കണ്ടതാണ്, അവിടെ കുന്നിടിഞ്ഞ് വീണതിനെ തുടർന്ന് ഈ കമ്പനിയിൽ നിന്നും 1 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ പിഴയിനത്തിൽ ചുമത്തിയിരിക്കുന്നത്. റോയൽറ്റി ഇനത്തിൽ 5 ഇരട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തൊക്കെ ഇത്തരത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചതിന് ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ വലിയ പിഴ ചുമത്തുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിൽ 3 ദിവസത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒരു 2.5 ഏക്കർ സ്ഥലമെടുത്ത് അവിടെ വലിയ തോതിൽ കുഴിയുണ്ടാക്കി അവിടെ നിന്നുള്ള മണ്ണ് ഒക്കെ എടുത്ത് ഇത്തരം റോഡുകളിൽ കൊണ്ടുവന്ന് വളരെ എളുപ്പത്തിൽ ഇടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അശാസ്ത്രീയമായ രീതിയിലുള്ള കൃത്യമായ നിർമ്മാണം. നേരത്തെയൊക്കെ ഉയർന്ന ഒരു സംശയമാണ്, ഞാനിപ്പോൾ അത് ഷാനസ് പാത്രോട് ചോദിച്ചത്, കാലവർഷമാണോ അതല്ല ഈ റോഡ് നിർമ്മാണത്തിൽ അപാകതയാണോ, എന്താണ് ഇതിനൊരു ഈ അപകടാവസ്ഥ കാരണം? അത് കൃത്യമായി ജില്ലാ